കാസർഗോഡ് നെല്ലിക്കട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 22-കാരൻ മരണത്തിന് കീഴടങ്ങി. നെല്ലിക്കട്ടയിലെ സൽമാൻ ഫാരിസാണ് മരിച്ചത്. പിതാവ് ഷംസുദ്ദീൻ അപകടത്തിൽ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. കാസർഗോഡ് ബദിയടുക്ക നെല്ലിക്കട്ടയിൽ കർണാടക ട്രാൻസ്പോർട്ട് ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 22-കാരൻ മരിച്ചു. നെല്ലിക്കട്ട സ്വദേശി സൽമാൻ ഫാരിസാണ് മരിച്ചത്. പിതാവ് ഷംസുദ്ദീൻ പൈക്ക ഇതേ അപകടത്തിൽ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ശനിയാഴ്ച രാവിലെയായിരുന്നു നാടിനെ നടുക്കിയ അപകടം സംഭവിച്ചത്. കാസർഗോഡ് ഭാഗത്തു നിന്നും പുത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കർണാടക ട്രാൻസ്പോർട്ട് ബസും നെല്ലിക്കട്ടയിൽ നിന്നും കാസർഗോട്ടേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. സൽമാൻ ഫാരിസായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഷംസുദ്ദീന്റെ ജീവൻ രക്ഷിക്കാനായില്ല. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന സൽമാൻ ഫാരിസ് വ്യാഴാഴ്ചയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മുൻ പ്രവാസിയും പൈക്ക സ്വദേശിയുമായ സൽമാൻ ഫാരിസിന്റെ പിതാവ് ഷംസുദ്ദീൻ പൈക്ക വർഷങ്ങൾക്ക് മുൻപാണ് നെല്ലിക്കട്ടയിൽ സ്ഥിരതാമസമാക്കിയത്. ഒരാഴ്ചയ്ക്കകം തന്നെ ഒരു കുടുംബത്തിലെ 2 പേർ മരണപ്പെട്ടതിന്റെ ഞെട്ടൽ മാറാതെ നാട്ടുകാർ. ന്യൂസ് 14 ലൈവ് കാസർഗോഡ്. നിങ്ങൾ ജോലി അന്വേഷിച്ച് സമയം കളഞ്ഞോ? എന്നാൽ ഇനി ഒട്ടും വിഷമിക്കണ്ട. 10ാം ക്ലാസ് യോഗ്യതയുള്ള വനിതകൾക്ക് ആകർഷകമായ പ്രതിമാസ ശമ്പളത്തോടെ ഇതാ ഒരു സുവർണാവസരം. മാർച്ച് 5-ന് കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഹോട്ടലിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.